വൈദ്യുതി നിരക്ക് വർധനയിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കെഎസ്ഇബി ദീർഘകാല കരാറുകൾ റദ്ദാക്കിയിട്ടില്ലെന്നും റെഗുലേറ്ററി കമ്മീഷനാണ് റദ്ദാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വ്യക്തമാക്കി. വൈദ്യുതി നിരക്ക് വർധനവിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പവർ കട്ട് ഒഴിവാക്കാനാണ് വൈദ്യുതി വാങ്ങുന്നത്. കെഎസ്ഇബി ദീർഘകാല കരാറുകൾ റദ്ദാക്കിയിട്ടില്ലെന്നും റെഗുലേറ്ററി കമ്മീഷനാണ് റദ്ദാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. ഇത് ദീർഘകാല കരാറുകളൊക്കെ അതാണല്ലോ ഒരു ആരോപണം. ദീർഘകാല ഞാൻ ഒന്നും റദ്ദ് ചെയ്തിട്ടില്ല. ദീർഘകാല ഒന്നും തന്നെ അപ്ലൈ ട്രൈബ്യൂണൽ റദ്ദാക്കിയിട്ടില്ല. കെഎസ്ഇബി ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അത് ചെയ്യരുതെന്നാണ് പറഞ്ഞത് കെഎസ്ഇബി. റെഗുലേറ്ററി കമ്മീഷനാണ് അത് റദ്ദ് ചെയ്തത്. റെഗുലേറ്ററി കമ്മീഷൻ ഇൻഡിപെൻഡൻ്റ് ആണല്ലോ, ജുഡീഷ്യറി സ്വഭാവമുള്ളതാണല്ലോ. അവർ ചെയ്തതിൻ്റെ പാവം എന്തിനാണ് ഞങ്ങളെ ഏൽക്കണം. സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർധനവിൽ അദാനിയാണ് ഏറ്റവും വലിയ ഗുണഭോക്താവെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിയെ കൊണ്ടുവരാനുള്ള ശ്രമമാണിതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഇന്നലെ സംസ്ഥാന ഗവൺമെന്റ് വൈദ്യുതി ചാർജ് വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അദാനിയാണ് ഏറ്റവും വലിയ ഗുണഭോക്താവ്. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിയാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്. വൈദ്യുതി നിരക്ക് വർധനവ് സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് എ വിജയരാഘവൻ. കേരളത്തിൽ വൈദ്യുതി ബോർഡിനെ വിഭജിക്കാനുള്ള കേന്ദ്ര നയം കോൺഗ്രസ് ആണ് കൊണ്ടുവന്നതെന്നും വിജയരാഘവൻ പറഞ്ഞു. രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളെയും സംബന്ധിച്ച് പരിശോധിച്ചാൽ അത് വളരെ വസ്തുതാരഹിതമായ കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണ താല്പര്യത്തിന് വേണ്ടി പ്രകടിപ്പിക്കുകയാണ്. ഈ അംബാനി എന്നൊക്കെ പറഞ്ഞ വലിയ കുത്തകകളുടെ പേര് രമേശ് ചെന്നിത്തല ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് വരെ വൈദ്യുതി ബോർഡിനെ വിഭജിക്കാനുള്ള കേന്ദ്ര നയം അത് രമേശ് ചെന്നിത്തലയുടെ പാർട്ടി തുടങ്ങി വെച്ചതാ. അവർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ വൈദ്യുതി ബോർഡുകളെ വിഭജിക്കണം എന്ന് തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ സമ്മർദ്ദം ചെലുത്തിയത്. വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഈ വൈദ്യുതി ചാർജ് കൂട്ടിയതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി വൈദ്യുതി ബോർഡിനും സർക്കാരിനും ഉള്ളതാണ്. ജനങ്ങളെ വീണ്ടും വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളെ വീണ്ടും ഷോക്കടിപ്പിക്കുന്ന ഈ പരിപാടി ഇത് പിൻവലിക്കണം എന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു. വൈദ്യുതി നിരക്ക് വർധനവിലൂടെ ജനങ്ങൾക്ക് മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുകയാണെന്ന് CPI നേതാവ് KP രാജേന്ദ്രൻ പ്രതികരിച്ചു. എല്ലാ സമരത്തിലും ഇലക്ട്രിസിറ്റി അമെൻഡ്മെന്റ് ബിൽ പിൻവലിക്കുക, റദ്ദാക്കുക എന്ന് നിരന്തരമായി കഴിഞ്ഞ 4 വർഷമായി നമ്മൾ ആവശ്യപ്പെട്ടു വരുന്നത്. അത് ഏറ്റവും അഫക്ട് ചെയ്യാൻ ബാധിക്കുന്ന കൃഷിക്കാരെയൊക്കെയാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.